ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. CBSE +2 എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക റിവിഷൻ ക്ലാസ് ആരംഭിക്കുകയാണ് ഇവിടെ. CBSE മുൻപ് ചോദിച്ച ചോദ്യങ്ങളിലൂടെയാണ് ഈ റിവിഷൻ ക്ലാസ് മുന്നേറുന്നത്. ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് 1991 ഒരു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് നമ്മൾ പഠിച്ചിരിക്കുമല്ലോ. ഇത് LPG പോളിസീസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ LPG? L സ്റ്റാൻഡ്സ് ഫോർ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, P സ്റ്റാൻഡ്സ് ഫോർ പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഇതിൽ പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ? നമുക്കറിയാം, 1991 വരെ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നില്ല, മറിച്ച് പൊതുമേഖലയ്ക്കായിരുന്നു പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ഏകദേശം 17ഓളം സെക്ടറുകൾ പൊതുമേഖലയ്ക്കായി മാത്രം ഗവൺമെൻറ് മാറ്റിവെച്ചിരുന്നു. നിരവധി വ്യവസായങ്ങൾ ആരംഭിച്ചു, പക്ഷേ ഇവയിൽ മിക്കതും വൻ നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഗവൺമെന്റ് സെൽസ് ഓർ റെഡ്യൂസ് ഇറ്റ്സ് ഷെയർസ് ഇൻ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഓണർഷിപ്പിൽ നിന്നും മാനേജ്മെൻറ്റിൽ നിന്നും കൺട്രോളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. CBSE ബോർഡ് എക്സാമിൽ സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യം ഈ പോളിസിയെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യണം, പിന്നെ അതിൻ്റെ പോസിറ്റീവ്സ് എഴുതണം, നെഗറ്റീവ്സ് എഴുതണം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞുവല്ലോ. പബ്ലിക് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഗവൺമെൻറ് വിൽക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓഹരികൾ വിറ്റഴിക്കുന്നു. ഇതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 2003 മാരുതി എന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ഗവൺമെൻറ് ഇത്തരത്തിൽ വിൽക്കുകയുണ്ടായി. ഗവൺമെൻറ് അതിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം വിറ്റു. അത് സുസുക്കി എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനിയാണ് വാങ്ങിച്ചത്. അതാണ് മാരുതി സുസുക്കി. അതുപോലെ തന്നെ 2021 എയർ ഇന്ത്യയെ ഇത്തരത്തിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അത് ടാറ്റ സൺസിന് കൈമാറുകയും ചെയ്തു. ഇനി ഇത്തരത്തിൽ ഓഹരികൾ വിറ്റഴിച്ചത് കൊണ്ട് അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടി സാധിക്കുന്നു. 1991 മാത്രം 3038 കോടി രൂപയാണ് ഇത്തരത്തിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നത്. പലപ്പോഴും ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പണം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഗവൺമെൻറ്റിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട്. 1991 അതാണ് സംഭവിച്ചത്. 2500 കോടി രൂപ മാത്രമായിരുന്നിടത്താണ് 3038 കോടി രൂപ ഗവൺമെൻറ്റിന് ലഭിച്ചത്. പിന്നീട് 2017-18 കാലഘട്ടത്തിലും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ലഭിച്ച പണം ടാർഗറ്റ് ചെയ്ത പണത്തേക്കാൾ കൂടുതലായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ വേ ടു യൂട്ടിലൈസ് പബ്ലിക് റിസോഴ്സസ് ഇൻ എ ബെറ്റർ വേ. അതായത് ധാരാളം പണം ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ ഗവൺമെൻറ്റിന് ലഭിക്കുന്നില്ല. എന്നാൽ ഈ പണം ഗവൺമെൻറ്റിന് മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൈ പൊള്ളിക്കാതെ ഇരുന്നാൽ ആ പണം ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ജനക്ഷേമകരമായ പല കാര്യങ്ങളിലും ഉപയോഗിക്കുവാൻ സാധിക്കും. അതാണ് പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ പണം കൂടുതൽ മെച്ചപ്പെട്ട ഉപയോഗങ്ങൾക്കായി ഉപയോഗിക്കുവാൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് വിൽ റെഡ്യൂസ് ദ പബ്ലിക് ഡെപ്റ്റ്. ഗവൺമെൻറ്റിൻ്റെ കടം അഥവാ പൊതു കടം കുറയ്ക്കുവാൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിലൂടെ സാധിക്കുന്നു.
രണ്ട് രീതിയിലാണ് ഇത് നടക്കുക. ഒന്നാമത്തേത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരുന്നാൽ അവരുടെ മാനേജ്മെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങിയാൽ പിന്നെ അവയ്ക്ക് വേണ്ടി കടമെടുക്കേണ്ടി വരില്ല. രണ്ടാമത്തേത്, ഡിസിൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന പണം ഈ കടം വീട്ടുവാൻ ഉപയോഗിക്കാം, അങ്ങനെയും കടം കുറയും. അടുത്ത പോയിന്റ്, ഡിസിൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഫോർ മോഡേണൈസേഷൻ ആൻഡ് എഫിഷ്യൻസി. ഗവൺമെൻറ്റിൻ്റെ കൈവശമിരിക്കുന്ന പല കമ്പനികളിലും മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിൽ പലവിധ തടസ്സങ്ങളുണ്ട്. ഫണ്ടിൻ്റെ ഷോർട്ടേജ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. പിന്നെ നമ്മുടെ ബ്യൂറോക്രസിയുടെ മനോഭാവവും. നെക്സ്റ്റ് പോയിന്റ്, ഡിസിൻവെസ്റ്റ്മെൻറ്റ് വിൽ ബ്രിങ് ഓട്ടോണമി. അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല. അവർക്ക് എപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ വാങ്ങണം. ഡിസിൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ കമ്പനികളുടെ മാനേജ്മെൻറ്റിന് സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഡിസിൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ദ സെയിൽ ഓഫ് പ്രോഫിറ്റബിൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഗവൺമെൻറ് ഫണ്ട് ഉണ്ടാക്കുന്നതിനായി പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ വരെ ഡിസിൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇത് അവരുടെ ലോങ് ടൈം റവന്യൂ ജനറേഷൻ കപ്പാസിറ്റിയെ ബാധിച്ചു. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പശു ഉണ്ടെങ്കിൽ നമ്മൾ പശുവിനെ വിറ്റ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് പൈസ അപ്പോൾ കയ്യിൽ വരും. എന്നാൽ പിന്നീട് വർഷങ്ങളോളം പശുവിൻ്റെ പാല് വിറ്റ് നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്ന പൈസ നഷ്ടമാകും. രണ്ടാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. അതായത് ഗവൺമെൻറ് ഒട്ടും സുതാര്യമായല്ല അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയല്ല ഡിസിൻവെസ്റ്റ്മെൻറ്റ് നയങ്ങൾ നടപ്പിലാക്കിയത്. പബ്ലിക് സെക്ടർ കമ്പനികളുടെ അസറ്റിൻ്റെ വാല്യൂസ് അവർ ശരിക്ക് കണക്കാക്കിയില്ല. ആ വാല്യൂസ് പൊതുജനങ്ങളെയോ മറ്റുള്ളവരെയോ അറിയിച്ചതുമില്ല. ഡിസിൻവെസ്റ്റ്മെൻറ്റിലൂടെ ഉണ്ടാക്കുന്ന പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന കാര്യത്തിലും സുതാര്യത അഥവാ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല. തേർഡ് പോയിന്റ്, ഡിസിൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റഡ് മെനി സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സ്വകാര്യ മേഖലയിലേക്ക് പബ്ലിക് സെക്ടർ കമ്പനികൾ പോകുമ്പോൾ തൊഴിലാളികളുടെ ഭാവി എന്താവും എന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിന് യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല.